ഇതാ നമ്മളെല്ലാം റോഡുകൾ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നത് അത്ഭുതകരമായി നമ്മുടെ മുമ്പിൽ ഒരു പോസ്റ്റ് ഇതാ അതിദാരുണമായി പറഞ്ഞു പോവുകയാണ്. അത്ഭുതകരമായി നമ്മളെല്ലാവരും രക്ഷപ്പെട്ടു. ഇതാ തൊട്ടു മുന്നിൽ നടക്കുന്ന സംഭവങ്ങളായത്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി 12 മണിക്ക് അതിമാരകമായ കാറ്റും മഴയും അതുപോലെ നമ്മുടെ പ്രദേശത്ത് ഒരു അനവധി പോസ്റ്റുകൾ 5-6 പോസ്റ്റുകൾ പൊട്ടുകയും ലൈൻ കമ്പികൾ താവുകയും മരങ്ങൾ മുറിഞ്ഞ് വീണ് പോസ്റ്റ് പൊട്ടുകയും വീടിന് നേരെ മരങ്ങൾ പൊരിഞ്ഞു പോവുകയും അതിമായ സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ റോഡുകൾ ആകെ തന്നെ വണ്ടി പോകാൻ പറ്റാത്ത അവസ്ഥയും നാടുകൾക്ക് അപ്പുറം ഇപ്പുറം ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥയായി. കറണ്ടില്ല, വെളിച്ചമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിലായി. അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്ത് ഇന്ന് രാവിലെ ഇത് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രദേശത്തിലെ എല്ലാവരും ഇന്നയാളുന്നില്ല അവരുടെ കയ്യിലുള്ള ആയുധം ഉപയോഗിച്ചുകൊണ്ട് കത്തിയാളും വാളും അതുപോലെ തന്നെ മഴവും അതുപോലെ തന്നെ എന്താണല്ലേ ആ ആയുധം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റോഡ് ക്ലീനാക്കി മരങ്ങൾ മുറിച്ച് എല്ലാം മാറ്റി വണ്ടി പോകേണ്ട രീതിയിലേക്കുള്ള തയ്യാറെടുപ്പ് ആക്കുകയും ചെയ്തു. അതുപോലെ നമ്മളെ പ്രദേശത്തിലുള്ള ചായ വെക്കുകയും കൈതി വെക്കുകയും എല്ലാം പൊതുജനങ്ങൾ കൊടുക്കുകയും ചെയ്തു. ആർക്കും അങ്ങനെ കാര്യമായി പരിക്കളൊന്നുമില്ല. അതാണ് നമ്മുടെ പ്രദേശത്ത്. വീടുകൾക്കൊന്നും പരിക്കളില്ല. ചെറിയ ചെറിയ മരങ്ങൾ പൊരിഞ്ഞ് വീട് നേരെ പോവുകയെങ്കിലും ജനങ്ങൾക്കൊരു പരിക്കുകളില്ലാതെ വെള്ളപ്രാണികൾക്കൊരു പരിക്കുകളില്ലാതെ നല്ല രീതിയിൽ ഈ സംഭവം നമ്മൾ വിജയിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ മരം അപകട ഭീഷണി നിൽക്കുന്ന മരമാണ്. പകുതി പൊട്ടി ഇങ്ങനെ നിൽക്കുന്ന മരമാണ് നമ്മൾ മുറിച്ചിപ്പോൾ താഴത്തേക്ക് ഇട്ടിട്ടുള്ളത്. ഇതാ ഈ കാണുന്ന പോസ്റ്റ്, ഈ പോസ്റ്റാണ് ഈ മരത്തിനെല്ലാം കൂടി വാറായിട്ടുള്ളത്. ഈ മരത്തിനുള്ള എല്ലാ പോസ്റ്റുകളും ചാഞ്ഞിട്ട് വളവാണ്. ഈ വളവിൽ ചാഞ്ഞ് നിന്നിട്ടുള്ളത്. ഇതാണ് നമ്മൾ മുറിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ നിൽക്കുന്നത്. ഇത് അത്തിന് അപകടകരമായിട്ടുള്ള ഒരു മരമാണ്. അതാണ് മുറിച്ച് നമ്മൾ നീക്കുന്നത്. ഇതായി കാണുന്നവർ നമ്മൾ ഈ പ്രദേശത്തിൻ്റെ സന്നദ്ധ പ്രവർത്തകർ എന്ത് കാര്യത്തിനും വിളിച്ചു കഴിഞ്ഞാൽ അവർ വെളിപ്പുറത്താണ്. നിങ്ങൾ ബ്ലഡ് കൊടുക്കാനാകട്ടെ, അല്ലെങ്കിൽ മരം മുറിക്കാനാകട്ടെ, അല്ലെങ്കിൽ കറണ്ടിൽ ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ ആളെ രക്ഷപ്പെടുത്താനാകട്ടെ, എല്ലാത്തിനും തയ്യാറായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരായി കാണുന്നത് തിരിച്ചു. എന്ത് പ്രതിസന്ധി കടന്ന് വിളിച്ചാലും അവർ നമ്മളെ കൂടെ ഉണ്ടാവും. നമ്മളെന്നാൽ ഈ നാട്ടിൽ എന്ത് പ്രതിസന്ധി എടുത്തിലും അവർ നമ്മളെ കൂടെ നിൽക്കുകയും ആ എല്ലാ പ്രവർത്തനത്തിനും നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ചെറുപ്പക്കാരും എല്ലാവരും ഇന്ന് ആളൊന്നുമില്ല, എല്ലാവരും ഒന്നിച്ച് നമ്മൾ നിൽക്കുന്ന ആൾക്കാരായി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം ചെയ്യുന്നവരെല്ലാം നമ്മുടെ പ്രദേശത്തെ ഈ സംഭവം അറിഞ്ഞപാട് തന്നെ നമ്മൾ ഈ പ്രദേശത്ത് ഓടിയെത്തുകയും ചെയ്തിട്ടുള്ള നമ്മുടെ നഗരസഭയുടെ ചെയർമാൻ ഷാജിത്ത് മാഷ് ഇവിടെ എത്തുകയും അതുപോലെ ഇനി എല്ലാ വിധത്തിലും നേതൃത്വം കൊടുക്കുകയും ചെയ്തു. വിളിക്കേണ്ട ഭരണാധികാരികളെ വിളിക്കുകയും അതുപോലെ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ച് അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിനെ വിളിച്ച് വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം കൊടുക്കുകയും ഇന്ന സ്ഥലങ്ങളിൽ വീട്ടിൽ നേരെ മരങ്ങൾ വീണിട്ടുണ്ട്, ആ മരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുകയും ഈ പ്രദേശത്തിനെ അറിയുകയും KSBനെ വിളിക്കുകയും എല്ലാ രീതിയിലും കാര്യങ്ങൾ ചെയ്ത് ഈ തൊട്ടടുത്ത പ്രദേശത്ത് വേറെ സംഭവം നേരത്തെ അങ്ങോട്ട് പോയിട്ടുള്ളത്. ഈ കാണുന്നത് വെച്ചാൽ 2-3 ചെറുപ്പക്കാർ കൂടി ആ മരം അത് വെച്ചാൽ ഒരു മരത്തെ പോസ്റ്റിന് കുടുങ്ങിയിട്ടില്ല, അത് പിടിച്ച് വലിച്ച് അതിനെ കട്ട് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റുക എന്നുള്ളത് അത് സാഹസികമായിട്ടുള്ള പരിപാടിയാണ്. പ്രവർത്തനം തന്നെ എല്ലാവരും ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ നമ്മുടെ നാടിൻ്റെ ഒറ്റക്കെട്ടായുള്ള കൂട്ടായ്മ അതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കൂട്ടായ്മ ഇത് കണ്ടുകൊണ്ട് എല്ലാവരും നമ്മുടെ ലോകത്തിലെ എല്ലാവരും പ്രവാസികളും എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൾ നമ്മൾ ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ സന്നദ്ധ പ്രവർത്തനത്തിൽ എന്ത് പറഞ്ഞാലും നമുക്ക് വിലമതിക്കാൻ പറ്റാത്ത സന്നദ്ധ പ്രവർത്തനം ചെയ്തിട്ടുള്ള മണിക്കൂറുകളോളം ഫയർഫോഴ്സും എല്ലാ ജീവനക്കാരും വന്ന് ചെയ്യേണ്ട പ്രവർത്തികൾ 2-3 മണിക്കൂർ കൊണ്ട് ഈ നാട്ടിലെ എല്ലാ ചെറുപ്പക്കാരും ഇറങ്ങിക്കൊണ്ട് അടിച്ച് നേരത്തിൽ ലെവലാക്കി കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ ആദ്യമായിട്ട് ഈ സംഭവം ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പോസ്റ്റാണ്. ഈ പോസ്റ്റിൻ്റെ ഉള്ളിൽ പോസ്റ്റാണോ മരാണോ തിരിയാത്ത അവസ്ഥയില്ല. അത്രയും ഈ പോസ്റ്റും കമ്പിയെല്ലാം കൂടി മരമെല്ലാം കൂടി ചുറ്റി വന്ന് അത് സാഹസ്യമായിട്ട് ആ മുറിക്കുന്ന അദ്ദേഹം വളരെ സാഹസ്യമായിട്ട് കമ്പീൻ്റെ ഉള്ളിലോട്ട് നൂന്ന് പിടിച്ച് കയറിയിട്ട് അതിനെ മുറിച്ച് കഷ്ണമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ 3 പീസ് ലൈനാണ്, പോസ്റ്റാണ്, വലിയ പിടിച്ചാൽ പിടി ഇറങ്ങാത്ത മരമാണ്. അതിനെ മുറിച്ച് കഷ്ണമാക്കി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അത് സാഹസമായിട്ട് കമ്പീനെ മുകളിലോട്ട് മുറിക്കുകയാണ്. കണ്ട അദ്ദേഹം അടിയിൽ നിന്ന് മുറിച്ച അവർക്ക് കാണാൻ മരം മുറിഞ്ഞ് വീണ് പെട്ടെന്ന് മരം മുറിഞ്ഞ് വീഴുക ചെയ്തിട്ടുള്ളത്. ഇതാ പ്രതിവാട്ട് പിടിച്ചാൽ പിടിയിറങ്ങാത്ത മരം ഇതാ മുറിച്ച് ചായ്ക്കലാണ്. നമ്മൾ വെച്ചാൽ 2-3 ആൾ പിടിച്ചാലും പിടിയിറങ്ങാത്ത മരമാണ്. ലൈൻ ഇടുക്കിലൂട്ട മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് പ്രതിവാട്ടം മുറിച്ച് ചായ്ക്കുകയാണ്.
നമ്മുടെ ഈ പ്രദേശത്ത് ദുരന്തം അറിഞ്ഞാണ് നമ്മുടെ നാട്ടിലെ പണ്ടേ അറിയപ്പെടുന്ന മരമുറി പതിവാട്ട് മരമുറിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മരത്തിനെപ്പറ്റി അറിയുന്ന പതിവാട്ട് ഒന്നും നോക്കാതെ അദ്ദേഹത്തിൻ്റെ മെഷീൻ എടുത്ത് രാവിലെ തന്നെ കട്ടൻ കാപ്പിയും കുടിച്ച് കമ്പയും എടുത്ത് മെഷീനും എടുത്ത് ഓയിലും എടുത്ത് കൈമവും എടുത്ത് ഈ പ്രദേശത്തിൻ്റെ എല്ലാ റോഡുകളിലെ എല്ലാ മരങ്ങളും മുറിച്ച് മാറ്റുകയും എല്ലാം രാവിലെ മുതൽ ഏകദേശം 7 മണി മുതൽ അദ്ദേഹം വന്ന് അതിനുശേഷം ഇപ്പോൾ 5 മണി വരെ ഇതിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും നിൽക്കുകയുള്ളത്. റോഡുമില്ല മരം മാത്രമല്ല വീടിന് ഭീഷണി നിൽക്കുന്ന ചാഞ്ഞമരം, ഇന്നലെ രാത്രി ചാഞ്ഞമരം വരെ അദ്ദേഹം മുറിച്ച് എല്ലാം ലെവലായി കൊടുത്തിട്ടുണ്ട്. സന്നദ്ധ പ്രവർത്തനം അദ്ദേഹം ചെയ്തു, ഒരു പ്രതിഫലം വാങ്ങാതെ. ഇത് നമ്മുടെ പ്രദേശത്തിലെ ചെറുപ്പക്കാർ എന്ത് വന്നാലും ഓടിയെത്തുന്ന ചെറുപ്പക്കാരായി കാണുന്നതൊക്കെ ഇത് വൃത്തിയാക്കുന്നത് 2 പോസ്റ്റിൻ്റെ ഏകദേശം ദൂരത്തോളം വരുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ വൃത്തിയാക്കി ഒരു സൈഡിലേക്ക് മരങ്ങളെല്ലാം കൊത്തി മാറ്റി ഒരു സൈഡിലേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2 പോസ്റ്റ് ദൂരത്തോളം വരുന്നുണ്ട്. എല്ലാവരും സന്നദ്ധ പ്രവർത്തകരായി ഒരാൾ മരം മുറിക്കുന്നു, ഒരാൾ വാങ്ങുന്നു, ഒരാൾ ആ സൈഡിലേക്ക് ഇടുകയും അങ്ങനെ ഇങ്ങനെ നീങ്ങി മുന്നോട്ട് നമ്മൾ നടന്നു പോയിക്കൊണ്ടേയിരിക്കണം. കുറേ ആൾ കുറച്ച് അപ്പുറത്ത് വീണ്ടും മരം മുറിക്കുന്നു, ആ മരം അങ്ങോട്ട് വാങ്ങുമ്പോൾ ആ സൈഡിലേക്ക് ഇടുക, അതൊന്ന് മുറിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി കുറച്ച് മരം മുറിക്കാനുണ്ട്, ആ മരം മുറിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ടും നീങ്ങി പോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ചെയർമാൻ അടക്കമുള്ളവർ എല്ലാവരും ഇവിടെ നിന്നിട്ടുണ്ട്. എല്ലാവരും മുറിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. മട്ടന്നൂർ നഗരസഭയിലെ കാരവാർഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പണിച്ചിപ്പാറ പ്രദേശത്ത് ഈ കഴിഞ്ഞ 3 ദിവസമായി ശക്തമായ കാറ്റിൽ നമ്മുടെ പ്രദേശത്തുള്ള മരങ്ങൾ പൊട്ടി വീണ് വൈദ്യുതി ലൈനും പോസ്റ്റെല്ലാം പൊട്ടി വീണിട്ടാണുള്ളത്. നാട്ടുകാരെല്ലാം പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഗതാഗത സൗകര്യം ഒരുക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ പ്രദേശത്ത് 4 ദിവസമായി കറണ്ടില്ലാത്ത അവസ്ഥയാണ്. എന്നാലും ആളപായമൊന്നുമില്ലാതെ വീടുകൾക്കൊന്നും അപകടമില്ലാത്ത അവസ്ഥയിൽ നമുക്ക് ഈ കാറ്റിൽ വന്നിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് ഈ നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും സഹായത്തോടു കൂടി മരങ്ങളെല്ലാം മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി വൈദ്യുതി കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് KCBക്കാരുടെ സഹായം കൂടി കിട്ടിയാൽ നമുക്ക് ഈ 4 ദിവസമായി കറണ്ടില്ലാത്ത അവസ്ഥയിൽ ഇനി അങ്ങോട്ടേക്ക് KCBക്കാരുടെ സഹായം കൂടി ഉണ്ടായാൽ നമ്മുടെ ഈ പ്രദേശത്ത് കറണ്ട് കൂടി കിട്ടുമ്പം അപകടാവസ്ഥയിൽ നിന്ന് നമുക്ക് ഇപ്പോൾ തരണം ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ശക്തമായ കാറ്റിൽ വരുന്ന ഈ സാഹചര്യം നമുക്ക് തരണം ചെയ്തല്ലേ മതിയാവുള്ളൂ. ജനങ്ങളുടെ സഹകരണത്തോടു കൂടി മരങ്ങളെല്ലാം മുറിച്ച് നീക്കുന്നത് കൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നീങ്ങിപ്പോകുന്നുണ്ട്. നമ്മൾ പണിച്ചിപ്പാറ പ്രദേശത്താണുള്ളത്. നമ്മൾ നമുക്ക് തന്നെ അറിയാം, 2 ദിവസം മുന്നേ ഉള്ള ഒരു കാറ്റിൽ പണിച്ചിപ്പാറ ഭാഗത്ത് തന്നെ 2-3 പോസ്റ്റ് പൊരിഞ്ഞ് വീണ് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇന്നലെ കറണ്ട് വന്നതേ ഉള്ളൂ. ഇന്നലെ വന്നതിന് ശേഷം രാത്രിയാണ് ഈ കാണുന്ന അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്നാലും രാത്രി ആയതുകൊണ്ട് ആൾക്കാർക്കൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല, വീടിനും നാശനഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ 3-4 പോസ്റ്റ്
പൊരിഞ്ഞ് വീണിട്ടുണ്ട്. അതിൻ്റെ പരിശ്രമം അതെല്ലാം റോഡ് മേലാണുള്ളത്. അതിനെല്ലാം പരിശ്രമിക്കുന്നുണ്ട് നാട്ടുകാരെല്ലാവരും കൂടി. അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതെന്നെ പറയുന്നത് അത്രയും വീട്ടിന്റെ അതന്നെ ടെൻഷൻ അടിക്കണേ. ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ ആയില്ലേ, എന്തായാലും ഈ കാലാവസ്ഥ ഇപ്പം നമ്മുടെ നാട്ടിൽ കാണുന്നില്ല, തന്നെ കണ്ടില്ല. അത് കണ്ടപാടുള്ള മുന്നേ നടന്ന സംഭവങ്ങൾ ഇതെല്ലാം നമ്മൾ ഈ റോഡിൻ്റെ ഇതെല്ലാം മാറ്റി, അതുപോലെ മരങ്ങളെല്ലാം മാറ്റി. ഈ പോസ്റ്റ് പൊട്ടി വീണിട്ടുണ്ട്. അതുപോലെ മരങ്ങളെല്ലാം മുറിച്ച് മാറ്റി അങ്ങോട്ട് മാറ്റി വണ്ടിക്ക് പോകേണ്ട എല്ലാ സൗകര്യങ്ങളും ഇപ്പം ചെയ്തിട്ടുണ്ട്. അതുപോലെ റോഡുകളെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ജനങ്ങൾക്കും വണ്ടിക്കും കടന്നു പോകേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യം വന്നാൽ കടന്നു പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തടസ്സമില്ലാതെ വണ്ടിക്ക് കടന്നു പോകാൻ വേണ്ടി സാധിക്കും. നേരത്തെ പൊട്ടി വീണ മരം ഈ മരങ്ങളെല്ലാം ജനങ്ങളെല്ലാം മുറിച്ച് മാറ്റുകയും ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. വണ്ടിക്ക് പോകേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. തടസ്സമില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പോസ്റ്റ് കമ്പിയെല്ലാം മാറ്റിയിട്ടുണ്ട്. KSEBിൻ്റെ അവർ വന്ന് ഇതിൻ്റെ കണക്ഷനെല്ലാം കട്ടാക്കി അവനെല്ലാം സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം നാളെ മാത്രമേ അവർക്ക് പണിയെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ മുതൽ അവർ പണി ആരംഭിക്കും. കുറേ 5-6 പോസ്റ്റുകൾ നമ്മൾ മാറ്റാനുണ്ട്. ആ പോസ്റ്റെല്ലാം മാറ്റി വരുമ്പോൾ 1-2 ദിവസം എന്തായാലും നമുക്ക് പിടിക്കും. അതാണിപ്പം നേരത്തെ അത്ഭുതകരമായി നഷ്ടപ്പെട്ട പോസ്റ്റായത് ആ പോസ്റ്റായത് കുറഞ്ഞു വീണിട്ടതാണ്. നമ്മൾ നേരത്തെ എല്ലാവരും അത്ഭുതകരമായി നഷ്ടപ്പെട്ട പോസ്റ്റാണ്. ആ പോസ്റ്റ് എല്ലാവരും കൂടി സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ പോസ്റ്റിൻ്റെ കുണ്ടയിൽ മണ്ണ് തിങ്ങിയിട്ടാണ് പോസ്റ്റ് പൊരിഞ്ഞു പോയിട്ടുള്ളത്. അവിടുത്തെ നേരത്തെ വീണ വീടായത്. ഈ വീട്ടിൻ്റെ എല്ലാ മണ്ണുകൾ എല്ലാം മുറിച്ച് മരങ്ങളെല്ലാം മുറിച്ച് മാറ്റുകയും ഈ വീട്ടിൽ ജനങ്ങൾക്ക് നടന്നു പോകേണ്ട സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. നേരത്തെ കണ്ട മരം, ആ മരം മുറിച്ച് എല്ലാവരും കൂടി മുറിച്ച് മാറ്റി പോസ്റ്റിൻ്റെ സൈഡിലേക്ക് മാറ്റി ആ പോസ്റ്റ് ഇങ്ങോട്ട് വരാതെ ഒരു താക്കം കൊടുത്ത് ഒരു മരം കൊണ്ട് കെട്ടിയിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വണ്ടി പോകാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മരം മുറിക്കുകയും ആ മരം മുറിച്ച് ഈ പോസ്റ്റിനെ നല്ല രീതിയിൽ മരം തടി ഉപയോഗിച്ചുകൊണ്ട് ഈ മരത്തിനെ കെട്ടി ബന്ധാക്കിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സൈഡിൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാതെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ വേണ്ടി സാധിക്കും.